കഴിഞ്ഞില്ലേ? ഇതുകൂടെ ഉള്ളൂ. എവിടെയുടെ ബാക്കി പെണ്ണുങ്ങളല്ല? അവരിപ്പോ വരും അച്ഛമ്മേ. പൊരുക്കൊക്കെ മതിയെന്ന് പറ. എത്രയും പെട്ടെന്ന് പോകാം. എനിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് ശ്വാസം മുട്ടുക. എന്തെടുക്കുക എന്നിട്ട് എവിടെ ഇത്രയും താമസം ഉണ്ടോ ഒന്ന് ഒരുങ്ങി ഇറങ്ങാൻ? എന്റെ പൊന്നമ്മ, അമ്മയ്ക്ക് സാരി മാറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നാ മതി. അതുപോലെയല്ല എനിക്ക്. ഞാനേ മാടിനെ തെളിക്കുന്ന പോലെ ഓരോന്നെ ഒരുക്കി ഇറക്കണം ഇങ്ങോട്ട്. അതിനിടയ്ക്ക് എന്തെങ്കിലും സാധനം എടുക്കാൻ മറന്നിട്ടുണ്ടോന്ന് നോക്കണം. പിന്നെ റൂമൊക്കെ അവര് തന്ന പോലെ തന്നെ ഭംഗിയായി അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ടോന്ന് നോക്കണ്ടേ? അവരുടെ മുടി പോലും ഒന്നും നേരെ കിട്ടിയില്ല. ഓ, അവിടെ ഇനി മുടി ചീകിട്ട. അമ്മേ, ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ? ഓ, മറന്നിട്ടില്ലെന്നാ തോന്നണേ. പലവട്ടം നോക്കും, എന്നാലും എന്തോ എടുക്കാൻ മറന്ന പോലൊരു തോന്നണേ. അതമ്മയ്ക്ക് എപ്പോഴും ഉള്ളതാ. കഴിഞ്ഞില്ലേ? പോവാം. ഇറങ്ങാൻ മതി. യമുനേ, യമുനേ. ആ, ഈ മുടി ഒന്ന് കെട്ടിക്കോട്ടെ അമ്മേ. ഇടി വീട് കാണാനാ പോകുന്നത്, അല്ലാതെ പെണ്ണ് കാണാനല്ല. മോളെ, താര. അമ്മേ, യാത്ര പറയാനൊന്നും നിക്കണ്ട. അവരങ്ങനെയല്ലല്ലോ നമ്മളോട് പെരുമാറിയത്. വാതിൽ ചാരിയിട്ട് നമുക്കങ്ങ് ഇറങ്ങാം. പറയണ്ടു പോകുന്നത് മോശമല്ലേ മോളെ? താരേ, താരമോളെ, എന്താ? ഞങ്ങൾ ഇറങ്ങാം മോളെ. ഓ, മോള് ചെയ്തുതന്ന എല്ലാ ഉപകാരത്തിനും നന്ദിയുണ്ട്. ഞാനിവിടെ ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. തനിച്ചല്ലേ ഉള്ളൂ. പോകുമ്പോ വാതിലൊന്ന് അടച്ചേക്ക്. അമ്മ, അമ്മയും വന്ന് വാ. ഞാൻ പറഞ്ഞതാ എന്തടി അഹങ്കാരിയോട് പറയാതെ പോകാന്ന്. നീ അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, നമ്മുടെ മര്യാദ നമ്മൾ കാണിക്കണ്ടേ? അല്ല അമ്മ? പിന്നെ അവിടെ ചെവിക്കുരുട്ട് എണ്ണം കൊടുക്കുക വേണ്ടത്. അതെ, നീ കേറി. അച്ഛമ്മ പറഞ്ഞതാ കറക്റ്റ്. ഹലോ, ഞാൻ ഇവിടുന്ന് ഒഴിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ബാക്കി എന്തെന്ന് വെച്ചാ ജയപാലൻ അങ്കിൾ നോക്കിക്കോ. സത്യേട്ടാ, ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത്? ഈ യാത്ര
ആ അതെ അതെ, പൊരിഞ്ഞ മഴയല്ലേ. മഴയോ? എവിടെ? ഛത്തീസ്ഗഡിലെ. ഓഫ്, എന്റെ പൊന്ന് സത്യേട്ടാ, ദയവ് ചെയ്ത് ഛത്തീസ്ഗഡിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക് വാ. യാത്ര പോകുന്ന നമ്മുടെ മോന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആന്താ രാജി ഇപ്പൊ അങ്ങനെ പറയുന്നേ? നീയല്ലേ അവനോട് പഠിക്കാൻ പൊക്കോളം പറഞ്ഞത്? എന്നാലും എനിക്കിപ്പോ അതിലെന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നു. അവൻ വരുന്നുണ്ട്. ഇത്ര പുലർച്ചെ പോണോടാ? ഈ സമയത്താണെങ്കിൽ ഡ്രൈവിംഗ് നല്ല സ്മൂത്ത് ആയിരിക്കുമോ? ട്രാഫിക് കുറവല്ലേ? ആ പിന്നെ നീ കൊച്ചിക്ക് തന്നെയാണല്ലോ പോകുന്നത്. എന്താ അമ്മ ഇത്? കൊച്ചിയില് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് സീറ്റ് ശരിയാക്കി തന്ന അച്ഛനല്ലേ? ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന അമ്മയുടെ പേടിയുണ്ടല്ലേ അങ്ങനെ ചെയ്ത്? അപ്പോ നീ തിരുവനന്തപുരത്തിന് പോകത്തില്ലല്ലോ അല്ലേ? അവിടെ എന്താ അമ്മേ? ഒന്നും അറിയില്ലാന്ന് നടിക്കണ്ട. അവിടല്ലേ അവള് കാവേരിയും കുടുംബവും. കാവേരിക്ക് എന്നോട് പ്രണയമൊന്നുമില്ലമ്മേ. അത് എന്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. അക്കാര്യം ഞങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാനെന്തിനാ അവളുടെ പിന്നാലെ പോകുന്ന? പോരെങ്കി കർപ്പൂരം കത്തിച്ച് അമ്മേനെ കൊണ്ട് സത്യം ചെയ്യിച്ചല്ലേ? പോവാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. ഇത് പറഞ്ഞല്ലോ ഉള്ളൂ. ആ അതെ. പോയിട്ട് വരട്ടേമേ. പോയിട്ട് വാ. എന്താ രജി? നിവിൻ ഒരുപാട് മാറിപ്പോയി സത്യേട്ടാ. അവൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. സത്യേട്ടൻ അവന്റെ മുഖത്തെ സന്തോഷം ശ്രദ്ധിച്ചില്ലേ? മുമ്പത് ഇങ്ങോട്ട് വരുമ്പോഴായിരുന്നു, ഇപ്പോ അത് ഇറങ്ങിപ്പോകുമ്പോഴാ. ഇവിടെ നടന്ന സംഭവങ്ങളിലൊക്കെ മാനസിക സംഘർഷത്തിലായിരുന്നല്ലോ അവൻ. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന്റെ ഒരു ആശ്വാസം ഉണ്ടാവും. അല്ല സത്യേട്ടാ, അവനെ എനിക്ക് നഷ്ടപ്പെടാൻ പോവാണെന്നൊരു തോന്നൽ. വീടോ? എടി, വീടിതല്ല, അത് ഹൗസ് ഓണറെ വീടാ. നമ്മുടെ വീടത്തെ അതാ. അതോ? വീട് തീരെ ചെറുതായി പോയല്ലോ, കാണാനും ഭംഗിയില്ല. എടി, ഇത് വീടിന്റെ ഒരു വശം. മുന്നിൽ നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട്. എന്നാലും എടി, നമ്മളിവിടെ സുഖവാസത്തിനല്ല, നിളയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാ വന്നത്. അതെ, പെട്ടെന്ന് തന്നെ പുഷ്പാടിക്ക് തിരിച്ചു പോകണം. അമ്മ പോയി താക്കോല് വാങ്ങിച്ചിട്ട് വരുമോ? ആ മോളെ,
അതൊന്നും കേടുവരുത്തല്ലേ? ആ ഇല്ല. ആരാ? ഞാൻ ശാരദ. ഇവിടെ വാടകയ്ക്ക് വീട് നോക്കിയില്ലേ? ആ അമ്പിയാമ്മയില്ലേ? ആ ഉണ്ട്. ഒന്ന് വിളിക്കാവോ? ആ ആ ആരാ മോളെ? അവര് ആ വീടന്വേഷിച്ചു വന്നവര്. താമസത്തിന് വന്ന പോലെ ഉണ്ട്. വീട്ടുകാർ മുഴുവനും ഉള്ള ലക്ഷണമുണ്ട്. നിനക്കവരോട് പറഞ്ഞൂടായിരുന്നോ ഇവിടെ വീട് വാടകയ്ക്കൊന്നും കൊടുക്കാനില്ലെന്ന്? ഞാൻ പറയണോ? ആ പറഞ്ഞു വിട്ടേക്ക്. നിൽക്ക്. അംബികെ, നീ തന്നെ ചെന്ന് അവരെ പറഞ്ഞുവിട്. ആ പറ. ജയപാലന? ആ ശരി. ആ പറഞ്ഞോ. ജയപാലൻ തന്നെ? ആയിക്കോട്ടെ, ഇതല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞേ. അപ്പൊ കട്ടാക്കിയതല്ലേ? ഇതൊരു കഷ്ടമാണ്. ആ എന്നിട്ട് നീ എന്തോടാ വിചാരിച്ച ജയപാലിനെ കുറിച്ച്? ഡാ, നീ കൊരം കളിപ്പിക്കാന്ന് തന്നെ? ആ അങ്ങനെ പുതിയതെന്തേലും പറ. എടാ, ജയപാലൻ കേട്ടാലേ പുഷ്പവാടിയിലൊക്കെ ആൾക്കാർ നിക്കറേ മുള്ളും. നിനക്കറിയാത്? ഞാനിതെപ്പോ എഴുന്നേറ്റ് വരുന്നുള്ളൂ ജയപാല. എടാ, നിനക്കൊരു എല്ല് കൂടുതലാണെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചതേ. ഇല്ലെങ്കിലേ ആ കിളവൻ രഘുനാഥനെ വിളിച്ച് തീർപ്പാക്കാന്നുള്ള ഈ വിഷയമേ. തനിക്കിപ്പോ എന്താ വേണ്ടേ? എടാ, അങ്ങനെ മര്യാദയ്ക്ക് താഴോട്ടിറങ്ങി വാടാ. എനിക്കൊന്നും വേണമെന്ന് പറയാനല്ല ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചതേ. എന്നെ അങ്ങോട്ട് വരുത്തില്ലെന്ന് പറയാനാ. എടാ, അങ്ങനെ മര്യാദയ്ക്ക് താഴോട്ടിറങ്ങി വാടാ. എനിക്കൊന്നും വേണമെന്ന് പറയാനല്ല ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചതേ. എന്നെ അങ്ങോട്ട് വരുത്തില്ലെന്ന് പറയാനാ. എടാ, നിന്റെ വീടിന് ഔട്ട് ഹൗസ് ഉണ്ടല്ലോ,
അത് വാടകയ്ക്ക് കൊടുക്കാനിട്ടേക്കോന്ന് കേട്ടു. അതെ, എന്നാ താൻ കേട്ടത് ശരിയല്ല. ഇവിടെ വീടൊന്നും വാടകയ്ക്ക് കൊടുക്കാനില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. ഇപ്പം വീട് അന്വേഷിച്ചേ ഒരു കൂട്ടർ വന്നിട്ടുണ്ടല്ലോ, ഒരു ശാരദയും മക്കളും. അവർക്കവിടെ താമസിക്കാൻ ഇടമില്ല. മനസ്സിലായോ? അല്ല, എനിക്ക് ശരിക്കും മനസ്സിലായില്ല. എന്താ പ്രശ്നം? എടാ, പല കാര്യങ്ങളും ശരിക്കങ്ങോട്ട് മനസ്സിലാക്കാതിരിക്കുന്നതാ മോനെ നരേന്ദ്ര നല്ലത്. പിന്നെ എന്റെ വാക്ക് ധിക്കരിച്ച് ശാരദയ്ക്കും മക്കൾക്കും വീട് വിട്ടുകൊടുക്കാനാ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജയപാൽ അങ്ങോട്ട് വരും. വന്ന ബുൾഡോസർ കയറിയതിനേക്കാൾ കഷ്ടമായിരിക്കും. എടാ, ഔട്ട് ഹൗസ് മാത്രമല്ല, നിന്റെ വീട്ടിൽ താമസിക്കുന്ന എല്ലാത്തിൻ്റെയും എല്ലോടിയും. ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ അങ്ങോട്ട് പൊട്ടുന്ന പോലെയൊക്കെ. മനസ്സിലായോടാ നിനക്ക്? ഇല്ല. ഇല്ലെന്നേ ചേട്ടൻ പറഞ്ഞ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ. എന്താന്ന് വെച്ചാലേ, ഈ ബുൾഡോസർ കയറി ഇറങ്ങി എന്റെ വീട്ടിലുള്ളവരുടെ എല്ല് നുറുങ്ങുന്ന എനിക്കൊന്ന് കാണണമെന്നുണ്ടെന്നേ. ചേട്ടൻ ഇങ്ങ് വാ. നീ ഇങ്ങോട്ട് വാടാ ജയപാല. ബാക്കിയൊക്കെ നേരിട്ട്. അംബികേ, എന്തായാലും അവർക്ക് വീട് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പിന്നെന്തിനാ നിർത്തി മുഷിപ്പിക്കുന്നത്? പറഞ്ഞു വിടവരെ. നരേന്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ. അവനെ എങ്ങനെയാ തിരിച്ചു കൊണ്ടുവന്നതെന്ന് അറിയാമല്ലോ. മുത്തശ്ശി, ഔട്ട് ഹൗസിന്റെ താക്കോൽ എന്നോട് ചോദിച്ചതും അത് അടിച്ചു തുടച്ചിടാനാണെന്ന് എന്നോട് പറഞ്ഞതും നുണയായിരുന്നല്ലേ? അല്ല, ആരാണ് ഇതിന്റെ ഇടനിലക്കാരി? ഇളയമ്മയോ അതോ മുത്തശ്ശിയോ? മോനെ, മുത്തശ്ശിക്കൊരു തോന്നാബുദ്ധി തോന്നിയതാ. ഞാനവരെ പറഞ്ഞു വിട്ടോളാം. എന്നാലേ അവരെ പറഞ്ഞു വിടുന്നില്ല. ഇനി അവരാ വീട്ടിൽ താമസിച്ചില്ലെങ്കിലാ വിവരം അറിയാൻ പോകും. കൃഷ്ണ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഇതെന്താ ഇത്? അവരുടെ പണം പൂട്ടി വെച്ചിരിക്കുന്ന സേഫിന്റെ താക്കോൽ എടുത്ത് തരുന്നത് പോലെയല്ലേ വീടിന്റെ താക്കോൽ എടുത്ത് തരുന്നത്? ആ, അതെ അതെ. എന്താ താമസം? പണക്കാരുടെ ഓരോ ജാട അല്ലാതെന്താ? ഏയ്, ആ അമ്മ ഒരു പാവാന്നേ. ഇവര് പറയുന്നതിലും കാര്യമുണ്ടമ്മേ. അമ്പലത്തിൽ വെച്ച് കണ്ട ആളല്ല ഇവിടെ വരുമ്പോ. കഴിഞ്ഞ തവണയും ഈ ഗേറ്റിനുള്ളിൽ കടന്നപ്പോ ആളുടെ സ്വഭാവം മാറിയത് കണ്ടില്ലേ? ആന്തടി കഴിഞ്ഞ തവണ പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്പൊ കണ്ടതുപോലൊക്കെ തന്നെ.
അവരാരെയോ പേടിക്കുന്ന പോലെ. ആ എങ്കി പുലിയോ കടുവയൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ടാവും വീടിനുള്ളില്. അത് കൂട് തകർത്ത് വരുമെന്നുള്ള പേടിയായിരിക്കും അമ്മ. എന്തിനാണ് ഈ പുലിയും കടുവയൊക്കെ? നിന്നെ പോലെയുള്ള മക്കളെ പേടിച്ചാവും ഓരോ വീട്ടിലും കാർന്നും മരിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും സിറ്റിയിലൊക്കെ ഇങ്ങനെ തന്നെയാ. ആർക്കും ആരോടും വിശ്വാസമില്ല. വിനീതേട്ടാ, വന്നിറങ്ങിയതല്ലേ ഉള്ളൂ, ഒന്ന് ഇരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുഷ്പവാടിക്ക് തിരിച്ചു പോവാം. പ്രേതാണെങ്കിൽ കൊല്ലത്തേ ഉള്ളൂ, കൊലയില്ലല്ലോ.